നമസ്കാരം. മലയാളി വാർത്ത ഹെഡ്. എം പിമാർ മത്സരിക്കണ്ടെന്നുള്ള കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇപ്പൊ എം പിക്ക് മുഖ്യമന്ത്രിയാണ്. 100 MLA അയോഗ്യരാണ്. പിന്നെ ജനാധിപത്യ രീതിയിൽ MLA തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിൽ എപ്പോഴും ഹൈക്കമാൻഡാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്ത് ജനാധിപത്യം? MLA തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ MLA വോട്ടിനിട്ട് അവിടെ തിരുവനന്തപുരത്ത് തന്നെ തീരുമാനിക്കണം. ആരെയെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ എടുത്തിട്ട് അത് ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റിൽ, അതായത് വേണ്ട മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തുക. ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ അല്ലെങ്കിൽ ഒരു സപ്ലയർ ഒഴിവാക്കണമെങ്കിൽ അവരുടെ എലിജിബിലിറ്റിക്കുള്ള ക്രൈറ്റീരിയയിൽ അവർക്കില്ലാത്ത ഒരു ക്വാളിഫിക്കേഷൻ, അത് ഒരു നിബന്ധന അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പം നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ അതില്ലെന്നും പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാണോ അവർക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് ഉൾപ്പെടുത്തുക. റിക്രൂട്ട്മെൻറ്റിൽ ഇത് ചെയ്യാം. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നമുക്കാരെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർക്കില്ലാത്തത് ഉൾപ്പെടുത്തുക. അപ്പം ഭരണപരിചയം ഇല്ലെന്നാണ് VD സതീശനെതിരെ ഉള്ള ഒരു ആരോപണം. അങ്ങനെയാണ് അയാളെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് മത്സര നേതൃത്വം കൊടുത്തത്? പിന്നെ ഭരണപരിചയം ഇല്ലാത്ത എത്രയോ ആൾക്കാർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. നമ്മുടെ കേജ്രിവാൾ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായി. അയാൾക്ക് ഏത് ഭരണകർത്താവായിട്ടായിരുന്നു പരിചയം? അതേപോലെ ഡസൻ കണക്കിന് മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യത്ത്. ഒരു ഫുട്ബോൾ ടീമിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ വർഷം ഒരു ടീം കളിച്ചയാളെയാണോ എടുക്കുന്നത് സാധാരണ, അതെയോ ഏറ്റവും നല്ല കളിക്കാരനെ നോക്കിയാണ്? ഒളിമ്പിക്സ് ടീമിലേറ്റൊരു നമ്മുടെ ഇന്ത്യയുടെ പതാക വഹിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശോഭിച്ച് ഏറ്റവും വലിയ ആ ഫീൽഡിൽ ഏറ്റവും ഉന്നതി നിൽക്കുന്നയാളെ, അല്ലാതെ കൂടുതൽ തവണ ഒളിമ്പിക്സിൽ പോയെന്നുള്ള പരിചയം വെച്ചിട്ടല്ല. ബാബ്രി ദേവി, ലല്ലു പ്രസാദിന്റെ ഭാര്യ മുഖ്യമന്ത്രിയായത് എന്ത് ഭരണപരിചയം വെച്ചിട്ടായിരുന്നു? എന്നിട്ട് അവർക്ക് എന്തുമായിരുന്നു കുഴപ്പമുണ്ടായിരുന്നു? ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി അയാൾക്ക് എന്ത് പരിചയമുള്ള? കോൺഗ്രസിന്റെ മുൻ മന്ത്രിയായിട്ട് വരുന്ന യാതൊരു പരിചയവുമില്ല. ഈ ഇറക്കുമതിക്കാരെ എയർപോർട്ടിൽ നിന്ന് തന്നെ KC വേണുഗോപാലിനെ അടിച്ചോടിക്കണം. രമേശ് ചെന്നിത്തലയ്ക്ക് നാണമില്ല. അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പത്രസമ്മേളനം നടത്തി മോങ്ങിക്കൊണ്ടിരുന്നുള്ളൂ, കൊഞ്ഞനം കുത്തി കാണിച്ചത്. അല്ലാതെ ഒരു സമരം പോലും കേരളത്തിൽ നടത്തിയിട്ടില്ല. അയാളുടെ മിടുക്കുണ്ടായിരുന്ന അന്നത്തെ ഇലക്ഷന് 2021 LDF തോൽപ്പിക്കണമായിരുന്നു. അതിനുള്ള കഴിവില്ല. ഇപ്പം മറ്റുള്ളവർ വിളമ്പി വെച്ച സദ്യ ഉണ്ണാനായിട്ടും വിളമ്പാനായിട്ടും ഞാൻ വരാമെന്നും പറഞ്ഞ് നേതൃത്വം ഏറ്റെടുക്കും. ഇത് അനുവദിച്ചുകൂടാ.